അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20 ഞായറാഴ്ച. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി മറ്റൊരു ഈസ്റ്റർ ദിനം കൂടി. എല്ലാ പീഡകൾക്കുമപ്പുറം നല്ലൊരു പുലരി ഉയർത്തെണീക്കുമെന്ന സന്ദേശമാണ് ഓരോ ഈസ്റ്റർ ദിനവും ലോകത്തെ പഠിപ്പിക്കുന്നത്. ഏവർക്കും ഡെയിലി ന്യൂസിന്റെ ഈസ്റ്റർ ദിനാശംസകൾ. സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന് സർക്കാർ 100 കോടിയിലേറെ രൂപ ചിലവിടുമെന്ന് റിപ്പോർട്ടുകൾ. നാളെ കാസർഗോഡ് ആരംഭിച്ച് മെയ് 23-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന വിധമാണ് എല്ലാ ജില്ലയിലും എന്റെ കേരളം എന്ന പേരിൽ 7 ദിവസത്തെ പ്രദർശന വിപണന മേളകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശീതീകരിച്ച പന്തലുകൾക്കും സൗകര്യങ്ങൾക്കും 42 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള സ്ഥാപനത്തിനാണ്. വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി എല്ലാ ജില്ലയിലും നടത്തും. ക്ഷണക്കത്ത് അച്ചടിച്ച് പാർട്ടി ഓഫീസുകൾ വഴി പ്രമുഖരെ കണ്ടെത്തി നടത്തുന്ന പരിപാടിക്കുള്ള ചെലവ് പ്രത്യേകമാണ്. പിന്നാലെ മേഖലാതല യോഗങ്ങൾ വരും. ജില്ലാതല യോഗങ്ങൾ നടക്കുന്ന ദിവസം LDF റാലിയും നടത്തും. ഈസ്റ്ററിനോടനുബന്ധിച്ച് അരമനകളിലേക്കും ക്രൈസ്തവ ഭവനങ്ങളിലേക്കും നടത്തിവന്നിരുന്ന സ്നേഹയാത്രയ്ക്ക് പകരം ഇത്തവണ BJP നേതാക്കൾ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കും. പള്ളികൾ സന്ദർശിക്കാൻ ജില്ലാ അധ്യക്ഷന്മാർക്ക് BJP നേതൃത്വം നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ തിരുവനന്തപുരം പാളയം ലൂർദ് ഫെറോന പള്ളിയിൽ കർദിനാൾ മാർ ആലഞ്ചേരിയെ സന്ദർശിച്ച് ഈസ്റ്റർ ആശംസകൾ കൈമാറും. രാജ്യത്ത് മതപരമായ യുദ്ധങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിന് ഉത്തരവാദികൾ സുപ്രീം കോടതിയാണെന്നും ആഭ്യന്തര യുദ്ധങ്ങൾക്ക് കാരണം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണെന്നും കുറ്റപ്പെടുത്തി BJP MP നിഷികാന്ത് ദുബെ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്നും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ രൂപവൽക്കരിക്കുന്നത് പാർലമെന്റാണെന്നും ആ പാർലമെന്റിനോട് നിങ്ങൾ ആജ്ഞാപിക്കുമോ എന്നുമാണ് ദുബെയുടെ ചോദ്യം. സുപ്രീം കോടതി നിയമങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ പിന്നെ പാർലമെന്റ് മന്ദിരം അടച്ചുപൂട്ടണമെന്ന് ദുബെ പറഞ്ഞു. അതേസമയം നിഷികാന്ത് ദുബെയുടെ പ്രസ്താവനയ്ക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ വ്യക്തമാക്കി. ലഹരിക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. NDPS 27B 29 വകുപ്പുകളും ഭാരതീയ നിയമ സംഹിതയിലെ 237, 238 പ്രകാരം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളുമാണ് ഷൈനെതിരെ ചുമത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനും ശാസ്ത്രീയ വൈദ്യ പരിശോധനകൾക്കും ശേഷമാണ് പുറത്തിറങ്ങിയത്. ഷൈൻ തെളിവ് നൽകാതിരിക്കാൻ രക്ഷപ്പെട്ടെന്നാണ് FIR-ൽ പറയുന്നത്. ലഹരിക്കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയെ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന് വിധേയമാക്കുന്നതിനുള്ള സാമ്പിളുകൾ എടുത്തു. ഷൈന്റെ മുടി, രക്തം, നഖം എന്നിവയുടെ സാമ്പിളുകളാണ് എടുത്തത്. പോലീസ് നടപടിയുമായി ഷൈൻ ടോം ചാക്കോ പൂർണ്ണമായും സഹകരിച്ചു. സാമ്പിളുകൾ പോലീസിന്റെ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബോറട്ടറിയിലേക്ക് അയക്കും. നടി വിൻസി അലോഷ്യസിന്റെ പരാതി വ്യാജമെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ. ആരോപണം തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നടൻ പോലീസിന് മൊഴി നൽകി. വിൻസി ആരോപിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും നടൻ പറഞ്ഞു. സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തൽ. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലായിരുന്നു നടൻ മൊഴി നൽകിയത്. ആലപ്പുഴയിൽ അറസ്റ്റിലായ ലഹരി കച്ചവടക്കാരി തസ്ലീമയുമായി ബന്ധമുണ്ടെന്ന് പോലീസിനു മുന്നിൽ കുറ്റസമ്മതവുമായി നടൻ ഷൈൻ ടോം ചാക്കോ. കൂടാതെ മെത്താഫിറ്റമിനും കഞ്ചാവും ഉപയോഗിക്കുമെന്നും ഷൈൻ തുറന്നു പറഞ്ഞു. കഴിഞ്ഞ വർഷം പിതാവ് തന്നെ 12 ദിവസം ഡി അഡിക്ഷൻ സെന്ററിലാക്കിയിരുന്നുവെന്നും കൂത്താട്ടുകുളത്തെ ലഹരിമുക്ത കേന്ദ്രത്തിൽ 12 ദിവസമാണ് കഴിഞ്ഞതെന്നും എന്നാൽ താൻ അവിടെ നിന്ന് പാതി വഴിയിൽ ചികിത്സ നിർത്തി മടങ്ങിയെന്നും പോലീസിനോട് പറഞ്ഞു. വനിതാ CPO റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു.
നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്നിരുന്ന സമരമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്നലെ അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ അവസാനിപ്പിച്ചത്. ഹാൾ ടിക്കറ്റും റാങ്ക് പട്ടികയും കത്തിച്ചുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തെ പരിഹസിച്ച് ഇടതുമുന്നണി കൺവീനറും മുതിർന്ന വനിതാ നേതാവ് PK ശ്രീമതിയും സമരം തുടങ്ങുന്നവർക്ക് അവസാനിപ്പിക്കാനുള്ള ധാരണയും വേണമെന്നായിരുന്നു ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ നിലപാട്. സമരക്കാർക്ക് വാശിയല്ല ദുർവാശിയാണെന്നാണ് ശ്രീമതിയുടെ പ്രതികരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഫാക്ടർ ഇല്ലെന്ന് ലീഗ് നേതാവ് PV അബ്ദുൽ വഹാബ്. നിലമ്പൂരിൽ PV അൻവറിന് പ്രസക്തിയില്ല. അൻവർ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല. അൻവർ അല്ല UDFന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതെന്നും സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കുമെന്നും വഹാബ് പറഞ്ഞു. ആരുടെയും ഭീഷണിക്ക് മുന്നിൽ കോൺഗ്രസ് വഴങ്ങരുതെന്നും ആര് സ്ഥാനാർത്ഥിയായാലും ലീഗ് പിന്തുണയ്ക്കുമെന്നും വിജയിപ്പിക്കുമെന്നും PV അബ്ദുൽ വഹാബ് പറഞ്ഞു. ജില്ലാതല ആശുപത്രികളിൽ ആദ്യമായി ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ സജ്ജമായി വരുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യ വകുപ്പ് ജില്ലകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആദ്യഘട്ടമായി മലപ്പുറം, തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഫാറ്റി ലിവർ ക്ലിനിക്ക് സജ്ജമായെന്നും തിരുവനന്തപുരം ജനറൽ ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. നെയ്യാറ്റിങ്ങര ഗോപന്റെ മരണത്തിൽ 3 മാസം കഴിഞ്ഞിട്ടും ദുരൂഹത നീക്കാനാകാതെ പോലീസ്. ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ ഫോറൻസിക് സംഘത്തിന് ലഭിച്ചിട്ടും ഇതുവരെ അന്തിമ റിപ്പോർട്ട് കൈമാറിയിട്ടില്ല. മരണശേഷം മൃതദേഹം സമാധി സ്ഥലത്ത് കൊണ്ടുവച്ചതാകാമെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് നിഗമനം. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവ ഉൾപ്പെടെ സ്കൂൾ പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി പേരുകൾ നൽകാനുള്ള നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ സമീപകാല തീരുമാനങ്ങൾക്കെതിരെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കത്തയച്ചു. NCERTയുടെ തീരുമാനം തിരുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ച കത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വധഭീഷണി മുഴക്കിയ BJPയുടെയും RSSന്റെയും അക്രമ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെയും കൊലവിളി നടത്തുന്ന സംഘപരിവാറിനുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ നിസ്സംഗത പുലർത്തുന്ന LDF സർക്കാരിന്റെ നടപടിക്കെതിരെയും ഏപ്രിൽ 29 പാലക്കാട് KPCCയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്ന് KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDFൽ സ്ഥാനാർത്ഥിയുടെ ക്ഷാമം ഇല്ലെന്നും ഇടതുമുന്നണി സീറ്റ് നിലനിർത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ 4 വയസ്സുകാരൻ അഭിരാമിന്റെ അപകട മരണത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കോന്നി DFO, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റാനും വനം വകുപ്പ് തീരുമാനിച്ചു. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വരുത്തിയ കടുത്ത അനാസ്ഥയാണ് കോൺക്രീറ്റ് തൂണ് വീണ് കുട്ടി മരിക്കാൻ കാരണമായതെന്നും വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. DCC ശാക്തീകരണത്തിന്റെ ഭാഗമായി ഓരോ ജില്ലകളിലും രാഷ്ട്രീയകാര്യ സമിതി പ്രഖ്യാപിക്കാനൊരുങ്ങി കോൺഗ്രസ്. DCC ശാക്തീകരണത്തിൽ ജനസമ്പർക്കം, ഫണ്ട് സ്വരൂപിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ കേരള മോഡൽ അടിസ്ഥാനമാക്കും. ശാക്തീകരണ നടപടികൾ ആദ്യം തുടങ്ങിയ ഗുജറാത്തിൽ മെയ് 31 പുതിയ DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ DCC അധ്യക്ഷന്മാർക്ക് വിലക്കില്ലെന്നും വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ അക്രമത്തിനെതിരായ ബംഗ്ലാദേശ് പരാമർശത്തെ തള്ളി ഇന്ത്യ. 3 പേർ കൊല്ലപ്പെട്ട അക്രമത്തെക്കുറിച്ചുള്ള ബംഗ്ലാദേശ് പരാമർശമാണ് ഇന്ത്യ വെള്ളിയാഴ്ച തള്ളിയത്. തെറ്റായ പരാമർശങ്ങൾ നടത്തുന്നതിന് പകരം ബംഗ്ലാദേശ് സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വിശദമാക്കിയത്. രാഷ്ട്രീയ ഭിന്നതകൾ അവസാനിപ്പിക്കാനും ഒരുമിക്കാനും ഒരുങ്ങുന്നുവെന്ന സൂചനയുമായി ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന നേതാവ് രാജ് താക്കറെയും. രാഷ്ട്രീയ വൈരത്തിനും മുകളിലാണ് മഹാരാഷ്ട്രയുടെ ഭാഷാ സാംസ്കാരിക താൽപര്യങ്ങളെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. മുൻ സഹപാഠിയെ വിവാഹം കഴിക്കാൻ വേണ്ടി 3 മക്കളെ കൊന്ന അമ്മ അറസ്റ്റിൽ.
തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിൽ നിന്നുള്ള 38 വയസ്സുള്ള രജിത എന്ന അധ്യാപികയാണ് കേസിലെ പ്രതി. 12, 10, 8 വയസ്സുള്ള മക്കളെയാണ് അമ്മ കൊലപ്പെടുത്തിയത്. അടുത്തിടെ സ്കൂൾ റീയൂണിയനിൽ തന്റെ സഹപാഠിയായ ശിവകുമാറിനെ രജിത വീണ്ടും കണ്ടുമുട്ടിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മുസ്തഫാബാദിൽ 4 നില പാർപ്പിട സമുച്ചയം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. കെട്ടിടത്തിന്റെ ഉടമ തെഹ്സിനും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. 3 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടെ മരിച്ച 11 പേരിൽ 8 പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. യേശുക്രിസ്തു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ഭരണകൂടം അദ്ദേഹത്തെ പിടികൂടി മതിയായ നടപടിക്രമങ്ങൾ കൂടാതെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കിയേനെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാടുകടത്തൽ നയങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മിനസോട്ട ഗവർണറും മുൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ടിം വാൾസിന്റെ മകൾ ഹോപ്പ് വാൾസ് മേരിലാൻഡിലെ കിൽമാർ അബ്രേഗ ഗാർസിയയെ നാടുകടത്തിയതിലുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹോപ്പിന്റെ പ്രതികരണം. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 7 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 54 പന്തിൽ 97 റൺസ് എടുത്ത് പുറത്താവാതെ നിന്ന ജോസ് ബട്ട്ലറുടെ മികവിൽ 19.2 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയലക്ഷ്യത്തിലെത്തി. അവസാന ഓവറിൽ രാജസ്ഥാൻ റോയൽസിന് ജയിക്കാൻ വേണ്ടിയിരുന്ന 9 റൺസ് പ്രതിരോധിച്ച ആവേശ് ഖാന്റെ മികവിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 2 റൺസിന്റെ ജയം. IPLൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ലക്നൌ 66 റൺസ് എടുത്ത എയ്ഡൻ മാർക്കറത്തിന്റെയും 50 റൺസ് എടുത്ത ആയുഷ് ബദോണിയുടെയും മികവിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എടുത്തു. 74 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളും 34 റൺസ് എടുത്ത അരങ്ങേറ്റക്കാരനായ വൈഭവ് സൂര്യവംശിയും നൽകിയ മികച്ച തുടക്കം രാജസ്ഥാന്റെ ഷിംറോൺ ഹെറ്റ്മയർക്കും ധ്രുവ് ജുറേലിനും മുതലാക്കാനായില്ല. ആവേശ് ഖാൻ എറിഞ്ഞ അവസാന ഓവറിൽ 9 റൺസ് മാത്രം വിജയത്തിലേക്ക് ആവശ്യമായിരുന്നിട്ടും രാജസ്ഥാന് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല. IPLൽ രാജസ്ഥാൻ റോയൽസിനെതിരായ വിജയത്തിന് പിന്നാലെ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് കയറിയ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 8 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റാണുള്ളത്. 8 മത്സരങ്ങളിൽ 6ാം തോൽവി ഏറ്റുവാങ്ങിയ രാജസ്ഥാൻ റോയൽസ് 4 പോയിന്റുമായി 8ാം സ്ഥാനത്താണ്. 7 മത്സരങ്ങളിൽ 10 വീതം പോയിന്റുള്ള ഗുജറാത്ത് ടൈറ്റൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ് എന്നിവരാണ് യഥാക്രമം 1 മുതൽ 3 വരെയുള്ള സ്ഥാനങ്ങളിലുള്ളത്. ഉയർന്ന റൺ റേറ്റാണ് ഗുജറാത്തിനെ ഒന്നാമതെത്തിച്ചത്. IPLൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം സ്വന്തമാക്കി രാജസ്ഥാൻ യുവതാരം വൈഭവ് സൂര്യവംശി. ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ രാജസ്ഥാന് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തതോടെയാണ് വൈഭവിന് ഈ നേട്ടം സ്വന്തമായത്. 14 വർഷവും 23 ദിവസവും മാത്രം പ്രായമുള്ളപ്പോഴാണ് താരത്തിന്റെ അരങ്ങേറ്റം. അതേസമയം നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തിയാണ് വൈഭവ് തന്റെ തുടക്കം അറിയിച്ചത്. 20 പന്തുകൾ നേരിട്ട സൂര്യവംശി 34 റൺസ് നേടിയാണ് പുറത്തായതിൽ നിരാശനായ വൈഭവ് കണ്ണുകൾ തുടച്ചുകൊണ്ടാണ് മടങ്ങിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.